വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2 കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിലബസിലെ സ്പെക്ടക്കിൾസ് ആൻഡ് ഇൻട്രാക്കുലർ ലെൻസസ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മൊത്തത്തിൽ 6 മാർക്കാണ് ഈ ടോപ്പിക്കിനുള്ളത്. ഇതിൽ IPD മെഷർമെൻറ്റ്, ഫിറ്റിംഗ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സ്പെക്ടക്കിൾസ്, ട്രാൻസ്പോസിഷൻ, ഇൻട്രാക്കുലർ ലെൻസ്, ഇൻട്രാക്കുലർ പവർ കാൽക്കുലേഷൻ, ബൈഫോക്കൽസ്, മൾട്ടിഫോക്കൽസ് ആൻഡ് പ്രോഗ്രസീവ് ഗ്ലാസസ്, ഹൈ ഇൻഡെക്സ് അഫാക്കിക് ഗ്ലാസസ്. ഇത്രയും ടോപ്പിക്കുകൾക്ക് എല്ലാം കൂടെയാണ് 6 മാർക്ക് ഉള്ളത്. അപ്പം നമ്മൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിനു മുമ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് PD ഈസ് ഓപ്ഷൻസ്: A PD ruler, B Rodenstock interpupillary gauge, C pupillometer, D all of the above. PD എന്ന് വെച്ചാൽ അറിയില്ലേ, ഇൻ്റർപ്യൂപ്പിലറി ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ഇൻ്റർപ്യൂപ്പിലറി ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? ഇതിൽ പറഞ്ഞ 3 ഇൻസ്ട്രുമെൻറ്റ്സും നമുക്കതിന് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈനോക്കുലർ ഡിസ്റ്റൻസ് PD ക്യാൻ ബി മെഷേർഡ് ബൈ ഓപ്ഷൻസ്: A between center of two pupil, B right temporal pupillary margin to left nasal pupillary margin, C right temporal limbus to left nasal limbus, D all of the above. ഇതിൻ്റെ ആൻസർ എന്താണ്? നമുക്ക് ഈ ഒരു 3 വഴിയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് PD മെഷർ ചെയ്യാം. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. 3 ഡിസ്റ്റൻസ് സെയിം തന്നെയാണ് കിട്ടുക. ഒന്നുകിൽ സെൻറ്റർ ടു സെൻറ്റർ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റൈറ്റ് സൈഡ് ടെമ്പറൽ പിപ്പലറി മാർജിൻ ആണ് എടുക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡ് നേസൽ പിപ്പലറി മാർജിൻ വരെ, അതും അല്ലെങ്കിൽ റൈറ്റ് ടെമ്പറൽ ലിംബസ് ടു ലെഫ്റ്റ് നേസൽ ലിംബസ്, ഇങ്ങനെ തിരിച്ചും ചെയ്യാം. ഇത് 3 എന്താണ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3/4 rule is used in options: A monocular PD measurement, B binocular PD measurement, C near PD measurement, D none of these. ഇതിൻ്റെ ആൻസർ എന്താണ്? 3/4 റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി നിയർ PD മെഷർമെൻറ്റിലാണ്. ഈ 3/4 റൂൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. പലരും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എവറി ഡയോപ്റ്റർ ഓഫ് ഡയോപ്ട്രിക് ഡിമാൻഡ്, the optical center of each reading lens or the geometrical center of each bifocal addition should be insert 0.75 3/4 millimeter. അതാണ് ആ ഒരു 3/4 എന്ന് ഉദ്ദേശിക്കുന്നത് 0.75 millimeter ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എ സ്പെക്ടക്കിൾ ലെൻസ് വെയറർ ഹാസ് ദ ഫോളോവിങ് പ്രിസ്ക്രിപ്ഷൻ: ODയിൽ -1 DS-ഉം OSൽ -1 DS-ഉം ആഡ് +2 DS-ഉം ആണ്. ഡിസ്റ്റൻസ് PD എന്ന് പറയുന്നത് 64 millimeter ആണ്. വാട്ട് ഈസ് ദ നിയർ PD അറ്റ് 40 cm? 40 cm ഉള്ള നിയർ PD എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റേഡിയൻ ഡിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള ഡയോപ്ട്രിക് ഡിമാൻഡ് എത്രയാണെന്ന് നോക്കുക ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, 1/40 cm അപ്പോൾ സെൻറ്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് മാറ്റിയതാണ് 1/0.40 എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ 100/40 എന്ന് ചെയ്താലും മതി. അപ്പോൾ 2.5 ഡയോപ്റ്റർ എന്ന് കിട്ടും. ഇനി ഓരോ ലെൻസും എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്, അതിനാണ് നമ്മളവിടെ 3/4 റൂൾ 3/4 റൂൾ എന്ന് പറഞ്ഞത്. ഈ ഒരു ഡയോപ്റ്റർ ഡിമാൻഡിന് എന്ത് ചെയ്യുക, നമ്മൾ 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് 1.9 millimeter കിട്ടി. 2 millimeter ഇത് ഒരു ലെൻസിൻ്റെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ബൈഫോക്കൽ അഡീഷന് ആവശ്യമായിട്ടുള്ള ആ ഒരു മില്ലിമീറ്റർ വാല്യൂ ആണ്. അത് 2 millimeter എന്ന് പറയുന്നത് ഒരു ലെൻസിൻ്റെയാണ്. അങ്ങനെ നമുക്ക് 2 കണ്ണിലും ലെൻസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ടോട്ടൽ എന്ത് ചെയ്യണം, 4 millimeter ഡിഡക്റ്റ് ചെയ്യണം. നമ്മളുടെ ക്വസ്റ്റ്യനിൽ 64 millimeter എന്നുള്ളത് ഡിസ്റ്റൻസ് PD ആയിട്ട് തന്നിരുന്നു. അപ്പോൾ ആ ഡിസ്റ്റൻസ് PD എന്ത് ചെയ്യുക, ഈ 4 millimeter കുറക്കുക. അപ്പോൾ നമുക്ക് 60 millimeter കിട്ടും. ഇതായിരിക്കും നിയർ IPD. എപ്പോഴും നിയർ IPD എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് PDനേക്കാൾ കുറവായിരിക്കും. കാരണം നിയർ PD മെഷർ ചെയ്യാൻ നമ്മൾ ടാർഗറ്റ് ഒരു നിയർ ഡിസ്റ്റൻസ്, അപ്പോൾ 40 cm നമ്മൾ ഇവിടെ 40 cm പറഞ്ഞതുകൊണ്ട് അവിടെയാണ് നമ്മൾ ടാർഗറ്റും കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ അവിടെ ഒരു കൺവേർജിങ് എഫക്റ്റ് കൂടെ ചെറുതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്റ്റൻസ് PDനേക്കാൾ കുറവായിരിക്കും നിയറിലേക്കുള്ള IPD എന്ന് പറയുന്നത്. അത് 40 cm എപ്പോഴും 4 millimeter ആയിരിക്കും ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി 40 cm പകരം നമ്മൾ ടാർഗറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, റേഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 20 cm ഒക്കെ ആണെങ്കിൽ എങ്ങനെ ആൻസർ വരിക? അപ്പോൾ നമ്മൾ ഡയോപ്ട്രിക് ഡിമാൻഡ് എന്താവും, അവിടെ 1/0.20 അല്ലെങ്കിൽ 100/20 എന്നാവും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡയോപ്ട്രിക് ഡിമാൻഡ് എന്ന് പറയുന്നത് 100/20 5 ഡയോപ്റ്റർ കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ ലെൻസിനും ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് 5 × 3/4 ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയാണോ വാല്യൂ കിട്ടുന്നത്, ആ വാല്യൂ
ആ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കുക. അത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഇരട്ടി. ഇതിപ്പോൾ ഒരു ലെൻസിൽ ഇൻസേർട്ട് ചെയ്യുന്നതാണ്, അപ്പോൾ 2 ലെൻസിലും കൂടെ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് സ്പീഡിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും. ഇതിങ്ങനെ പ്രോബ്ലംസ് ആയിട്ട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. ജസ്റ്റ് 3/4 റൂൾ എന്നുള്ളത് നിയർ പീഡിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്നൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. കൺഫ്യൂഷൻ ഉള്ളവർ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ പ്രോബ്ലം അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പക്ഷേ ജസ്റ്റ് നിയർ പീഡിയുമായിട്ട് ബന്ധപ്പെട്ടാണ് 3/4 റൂള്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് സ്പീഡിനേക്കാൾ എപ്പോഴും നിയർ പീഡിയുടെ ആ ഒരു മെഷർമെൻറ്റ് കുറവായിരിക്കും എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് പ്യൂപ്പലറി ഡിസ്റ്റൻസ് ഫോർ ആൻ അഡൾട്ട് ഈസ്. ഓപ്ഷൻസ്: A 45 to 55 mm, B 55 to 65 mm, C 65 to 75 mm, D 70 to 80 mm. ഒരു അഡൾട്ടിൻ്റെ ആവറേജ് IPD എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 55 to 65 mm ആണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്യൂപ്പിലോമീറ്റർ ഈസ് യൂസ്ഡ് ടു. ഓപ്ഷൻസ്: A ചെക്ക് ഇന്റർപ്യൂപ്പിലറി ഡിസ്റ്റൻസ്, B പ്യൂപ്പിൾ റിയാക്ഷൻ, C റിലേറ്റീവ് അഫറൻറ്റ് പ്യൂപ്പിലറി ഡിഫക്റ്റ്, D പ്യൂപ്പിൾ സൈസ്. ഇത് നമ്മളുടെ DHSൻ്റെ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്യൂപ്പിലോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ചെക്ക് ഇന്റർപ്യൂപ്പിലറി ഡിസ്റ്റൻസ്. പെട്ടെന്ന് നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. ഇന്റർപ്യൂപ്പിലറി ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്യൂപ്പിലോമീറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂഷ്വൽ പാൻഡോസ്കോപ്പിക് ടിൽറ്റ് ഓഫ് സ്പെക്ടക്കിൾസ് ഈസ് അറൗണ്ട്. ഓപ്ഷൻസ്: A 15 ഡിഗ്രി, B 7 ഡിഗ്രി, C 20 ഡിഗ്രി, D 25 ഡിഗ്രി. ഈ പാൻഡോസ്കോപ്പിക് ടിൽറ്റ് എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഫ്രെയിം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ DHS 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി 7 ഡിഗ്രിയാണ് ആൻസർ. യൂഷ്വൽ പാൻഡോസ്കോപ്പിക് ടിൽറ്റ് ഓഫ് സ്പെക്ടക്കിൾ എന്ന് പറയുന്നത് 7 ഡിഗ്രിയാണ്. നെക്സ്റ്റ്, വെൻ ദ ലോവർ റിംസ് ഓഫ് ദ ഫ്രെയിം ഫ്രണ്ട് ആർ ക്ലോസർ ടു ഫേസ് ദാൻ ദ അപ്പർ റിംസ് ഇറ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻസ്: A പാൻഡോസ്കോപ്പിക് ടിൽറ്റ്, B റെട്രോസ്കോപ്പിക് ടിൽറ്റ്, C ടെമ്പിൾ സ്പ്രെഡ് ആംഗിൾ, D ടെമ്പിൾ ഫോൾഡ് ആംഗിൾ. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പാൻഡോസ്കോപ്പിക് ടിൽറ്റ് തന്നെയാണ്. നമ്മളുടെ അപ്പർ റിമ്മിനേക്കാൾ ലോവർ റിമ്മ് കുറച്ചുകൂടെ നമ്മളെ ഫേസിനോട് ക്ലോഷർ ആയിരിക്കും. അതിൻ്റെ ആ ഒരു ഡിഗ്രിയാണ് 7 ഡിഗ്രി എന്ന് പറയുന്നത്. പാൻഡോസ്കോപ്പിക് ടിൽറ്റ് ആണ് ആൻസർ. ഇതിൻ്റെ നേരെ റിവേഴ്സ് കണ്ടീഷനാണ് റെട്രോസ്കോപ്പിക് ടിൽറ്റ് എന്ന് പറയുന്നത്. അതായത് ലോവർ റിമ്മിനേക്കാൾ അപ്പർ റിമ്മ് എന്ത് ചെയ്യുക, നമ്മളെ ഫേസിനോട് ക്ലോഷറായിട്ട് വരിക. ആ ഒരു കണ്ടീഷനാണ് റെട്രോസ്കോപ്പിക് ടിൽറ്റ് എന്ന് പറയുന്നത്. പാൻഡോസ്കോപ്പിക് ആംഗിൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്. വ്യൂവിംഗ് ദ ഫ്രെയിംസ് ഫ്രം ദ സൈഡ് ദ ആംഗിൾ ഈസ് designated as പാൻഡോസ്കോപ്പിക് when the lower rims of the frame front are closer to face than the upper rims. A proper panscopic angle varies from as little as 4 degree to 18 degree. പക്ഷെ നമ്മൾ ഒരു ആവറേജ് ചോദിച്ചാൽ 7 degree ആണ് പറയാം. If the lower rims are tilted outward from the face, the glasses are said to be retroscopic. ഇതും കൂടെ മനസ്സിലാക്കുക. ഇനി ഓപ്ഷനിൽ പറഞ്ഞ ടെമ്പിൾ സ്പ്രെഡ് എന്താണ്? നോർമലി ടെമ്പിൾ ടു ബി ഓപ്പൺഡ് ഔട്ട് സ്ലൈറ്റ്ലി ഫർദർ ദാൻ 90 ഡിഗ്രി. യൂഷ്വലി ഒരു 94 to 95 ഡിഗ്രി വരെ ആ ഒരു ആംഗിൾ സ്പ്രെഡ് ഉണ്ടാവുള്ളൂ. പക്ഷേ ടെമ്പിൾ ഫ്ലെയറിംഗ് ഔട്ട് മോർ ദാൻ 95 ഡിഗ്രി ആർ സ്പ്രെഡ് ടു ഫാർ. അതിനാണ് നമ്മൾ ടെമ്പിൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. 95 ഡിഗ്രിനേക്കാൾ കൂടുതലായാൽ എന്താണ്? അതൊരു ഡാമേജ് ആണ്, നമ്മളത് ശരിയാക്കണം. ഇനി ടെമ്പിൾ ഫോൾഡ് ആംഗിൾ എന്താണ്? Fold the temple to the closed position and observe the angle formed as the temple cross. The temple should fold so that they are parallel to one another or form slight angles from parallel. These angles should be symmetrical and should cross each other exactly in the center of the frame, in line with the center of the bridge. അതായത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടില്ലേ, ടെമ്പിൾ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ രണ്ടും എന്തിരിക്കണം? പാരലൽ ആയിരിക്കണം. ഇനി പാരലൽ അല്ലെങ്കിൽ പോലും ഒരു സ്ലൈറ്റ് ആംഗിൾ അവ തമ്മിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ആ ഒരു അലൈൻമെൻറ്റും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്രെയിം ഐ വെയർ ഷുഡ് ടച്ച് അറ്റ്. ഓപ്ഷൻസ്: A 2 points, B 3 points, C 4 points, D 5 points. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചത് നമ്മളെ ഫേസിൽ വെക്കുമ്പോൾ ഉള്ള ആ ഒരു ടച്ചാണ്. അത് ഓപ്ഷൻ ബി 3 points ആണ്. നമ്മുടെ നോസിൻ്റെ അവിടെയും പിന്നെ 2 ഇയറിൻ്റെ ബാക്കിലായിട്ട് അവിടെയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു 3 പോയിന്റിലും ആണ് ഫ്രെയിം ടച്ച് ചെയ്യുക. ഇനി ഫ്രെയിം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മളൊരു ടച്ച് വരുന്നുണ്ട്, അത് 4 point ടച്ച് ആണ്. അതൊന്നും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ഇതാണ് 4 point ടച്ച്. അതായത് ദ ഫ്രെയിം ഐ വെയർ ഷുഡ് ടച്ച് അറ്റ് 4 points. എവിടേക്കാണ്? നമ്മളുടെ ടെമ്പിളിൻ്റെ ആ ക്രസ്റ്റുകളുടെ അവിടെ, 2 ടെമ്പിളിൻ്റെയും ക്രസ്റ്റിൻ്റെ അവിടെ, പിന്നെ ഐ വെയറിൻ്റെ അവിടെയും. ഇങ്ങനെ 4 പൊസിഷനിലാണ് ടച്ച് വരുന്നത്. നമ്മൾ ഫേസിൽ വെച്ച് പറയുമ്പോഴാണ് 3 point ടച്ച് പറയുന്നത്. നോസിൻ്റെ അവിടെയും നമ്മളെ 2 ഇയറിൻ്റെ ബാക്കിലായിട്ടും. അതാണ് 3 point ടച്ച്. അപ്പോൾ 3 point ടച്ചും 4 point ടച്ചും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർമൽ വെർട്ടെക്സ് ഡിസ്റ്റൻസ് ഈസ്.
ഓപ്ഷൻസ് എ 8 to 10 millimeter, ബി 12 to 14 millimeter, സി 14 to 16 millimeter, ഡി 16 to 18 millimeter. വെർട്ടെക്സ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലെൻസിൻ്റെ ബാക്ക് സർഫസിൽ നിന്നും നമ്മുടെ കോർണിയുടെ ഫ്രണ്ട് സർഫസിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വെർട്ടെക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നോർമൽ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 12 to 14 millimeter ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സിങ് ഈസ് ഓപ്ഷൻസ് എ ഹൊറിസോണ്ടൽ മിസ്അലൈൻമെൻറ്റ്, ബി വെർട്ടിക്കൽ മിസ്അലൈൻമെൻറ്റ്, സി ഇൻകറക്റ്റ് പാൻഡോസ്കോപ്പിക് ആംഗിൾ, ഡി സ്ക്യൂഡ് ബ്രിഡ്ജ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇത് ഓപ്ഷൻ ബി വെർട്ടിക്കൽ മിസ്അലൈൻമെൻ്റ് ആണ് ഈ എക്സിങ് എന്ന് പറയുന്നത്. എന്താണ് എക്സിങ് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വെർട്ടിക്കൽ മിസ്അലൈൻമെൻറ്റ് ഇൻ വിച്ച് ദി ഫ്രെയിം ഫ്രണ്ട് മേ ബി ട്വിസ്റ്റഡ് so that the planes of the two lenses are out of coincidence with each other. Here, frame front form an X when viewed from the side. Xing causes the temples to be out of line with each other. ഈ പിക്ചറിൽ കാണിച്ചിട്ടില്ലേ, തന്നെയാണ് എക്സിങ് എന്ന് പറയുന്നത്. കൂടുതലൊന്നും അറിയണ്ട, ഇതൊരു ഓഫ് ഫേസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അതുപോലെ വെർട്ടിക്കൽ മിസ്അലൈൻമെൻ്റ് ആണെന്നും കൂടെ അറിഞ്ഞാൽ മതി. Next question, which of the following is not included in on-face adjustments? Options A vertex distance, B panscopic angle, C frame height, D segment height. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പാൻഡോസ്കോപ്പിക് ആംഗിൾ ആണ്. അതൊരു ഓഫ് ഫേസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. സ്പെക്ടക്കിൾ ഫ്രെയിംസ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ 7 ഓഫ് ഫേസ് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ട്, 7 ഓൺ ഫേസ് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ട്. അതിൽ ഇതിൻ്റെ പേരുകളെങ്കിലും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് എക്സിങ്, പിന്നെ ടെമ്പിൾ സ്പ്രെഡ്, പാൻഡോസ്കോപ്പിക് ആംഗിൾ, ടെമ്പിൾ ഫോൾഡ് ആംഗിൾ, പാഡ് ആംഗിൾസ്, ഫേസ് ഫോം, 4 പോയിൻറ്റ് ടച്ച്. ഇവയെല്ലാം ഓഫ് ഫേസ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പാൻഡോസ്കോപ്പിക് ആംഗിൾ ആണ്, പിന്നെ ടെമ്പിൾ സ്പ്രെഡ് എന്താണെന്നും ടെമ്പിൾ ഫോൾഡ് ആംഗിൾ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പാഡ് ആംഗിൾസിൽ മെയിനായിട്ട് 3 എണ്ണമാണ് വരുന്നത്. ഫ്രോണ്ടൽ ആംഗിള്, പിന്നെ സ്പ്ലേ ആംഗിൾ, വെർട്ടിക്കൽ ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ഒന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓഫ് ഫേസ് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഓൺ ഫേസ് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുള്ളവർ PPTs ഉണ്ടാവും ഗൂഗിളിൽ, അതുപോലെ യൂട്യൂബിൽ വീഡിയോസ് ക്ലാസ്സൊക്കെ ഉണ്ടാവും വേറെയും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, കാണുക, മനസ്സിലാക്കുക. പിന്നെ 7 ഓൺ ഫേസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇതിൻ്റെയും പേരുകളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്, വെർട്ടെക്സ് ഡിസ്റ്റൻസ്, ഫ്രെയിം ഹൈറ്റ്, സെഗ്മെൻറ്റ് ഹൈറ്റ്, ടെമ്പിൾ ബെൻഡ്, പാഡ് കോണ്ടാക്ട്, സ്കിൻ ഓർ ലാഷ് ക്ലിയറൻസ്. ഈ 7 ഓൺ ഫേസ് അഡ്ജസ്റ്റ്മെൻറ്റ്സും 7 ഓഫ് ഫേസ് അഡ്ജസ്റ്റ്മെൻറ്റ്സും എല്ലാവരും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്പോസ് ദ പവർ -3 ds ബാർ -2 dc 90 ഡിഗ്രി. ട്രാൻസ്പോസിഷനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്, അപ്പോൾ എല്ലാവർക്കും അറിയണം. ജസ്റ്റ് ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ നമ്മൾ ഓപ്ഷൻസ് ഒന്ന് നോക്കുക. ഓപ്ഷൻസ് ഉള്ളതൊക്കെ എന്താണ്, സ്ഫിയറോ സിലിണ്ടർ ഫോംസ് തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനും ഒരു സ്ഫിയറോ സിലിണ്ടർ ഫോമാണ്. അപ്പോൾ അതിനെ അടുത്തൊരു സ്ഫിയറോ സിലിണ്ടറിലേക്ക് തന്നെയാണ് നമ്മൾ മാറ്റേണ്ടത്. സ്ഫിയറോ സിലിണ്ടർക്ക് മാറ്റാനുള്ള എളുപ്പവഴി എന്താണ്, നമ്മുടെ കയ്യിലുള്ള ആ ഒരു -3ഉം -2ഉം, അതായത് സ്ഫെറിക്കൽ കമ്പോണൻറ്റും സിലിണ്ടർ കമ്പോണൻറ്റും തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, -3 + -2. അപ്പോൾ എന്ത് വരും, -5 വരും. അതായിരിക്കും അതിൻ്റെ സ്ഫെറിക്കൽ കമ്പോണൻറ്റ്. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് സ്റ്റെപ്പ്, സിലിണ്ടറിൻ്റെ എന്ത് ചെയ്യുക, നമ്മൾ ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക, ആക്സിസ് മാറ്റുക, ആക്സിസ് ചേഞ്ച് ചെയ്യുക. ആക്സിസ് ചേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ 90നേക്കാൾ ചെറുതോ 90യോ ആണെങ്കിൽ 90 ആഡ് ചെയ്യുക. അതല്ല 90നേക്കാൾ വലിയ ആംഗിൾസ് ആണെങ്കിൽ അതിൽ നിന്നും 90 മൈനസ് ചെയ്യുക. കാരണം എപ്പോഴും റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ ആയിരിക്കുമല്ലോ 2 ആക്സിസുകളും. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആക്സിസ് ആണല്ലോ നമ്മളിവിടെ എടുക്കുന്നത്. സോ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക, -3ഉം -2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ -5 വരും സ്ഫെറിക്കൽ കമ്പോണൻറ്റ്. ആൻഡ് എന്ത് ചെയ്യുക, -2 നമ്മൾ സിലിണ്ടറൽ കമ്പോണൻറ്റിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക, +2 വരും. ആക്സിസ് 90 ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആക്സിസ് 180 വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്പോസ് +2 ds ബാർ -1 dc 45 ഡിഗ്രി. എങ്ങനെയാണ് ചെയ്യുക, ഇവിടെ രണ്ടും സൈൻസ് ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, സ്ഫെറിക്കൽ കമ്പോണൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ഫിയറോ സിലിണ്ടർ ഫോമിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ +2 + -1 അങ്ങനെ വരുമ്പോൾ +1 ആണ് സ്ഫെറിക്കൽ കമ്പോണൻറ്റ് വരിക. നെക്സ്റ്റ് സിലിണ്ടർ കമ്പോണൻറ്റിന് എന്ത് ചെയ്യുക,
നമ്മൾ സൈൻ മാറ്റുക, അപ്പോൾ +1 വരും, +1 DC വരും, ആക്സിസ് ചേഞ്ച് ചെയ്യുക, 45 90നേക്കാൾ ചെറിയ ആംഗിൾ ആയതുകൊണ്ട് 90 പ്ലസ് ചെയ്യുക, അപ്പോൾ 135 ഡിഗ്രി വരും. അപ്പോൾ ആൻസർ എത്ര വരിക? ഓപ്ഷൻ എ ആയിരിക്കും വരിക. നെക്സ്റ്റ് ട്രാൻസ്പോസ് -3DS + 1 DC 90 ഡിഗ്രി. ഇത് ഓപ്ഷൻസ് ഒന്ന് നോക്കുക. ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ട്? സ്ഫിറോ സിലിണ്ടർ ഫോമും ഉണ്ട്, അതുപോലെ തന്നെ ക്രോസ് സിലിണ്ടർ ഫോമും ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ക്രോസ് സിലിണ്ടറും കറക്റ്റ് ആണോ സ്ഫിറോ സിലിണ്ടറും കറക്റ്റ് ആണോ എന്നും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? സ്ഫിറോ സിലിണ്ടർ ഫോമിലേക്ക് എഴുതുക. അപ്പോൾ -3DS +1 DC ആണ്. അപ്പോൾ സ്ഫെറിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈൻസ് ആയതുകൊണ്ട് തന്നെ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇടുക. അപ്പോൾ -3 + 1 എന്ന് പറയുമ്പോൾ -2 DS എന്ത് വരും? സ്ഫെറിക്കൽ കമ്പോണൻറ്റ് വരും. സിലിണ്ടർ കമ്പോണൻറ്റ് കിട്ടാൻ സൈൻ ചേഞ്ച് ചെയ്യുക. +1 ആയതുകൊണ്ട് -1 DC വരും. 90ക്ക് പകരം 180 വരും. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റാണ്. സ്ഫിറോ സിലിണ്ടർ ഫോം കറക്റ്റാണ്. ഇനി ക്രോസ് സിലിണ്ടർ ഫോം കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ക്രോസ് ഒക്കെ വരച്ചിട്ട് അതൊക്കെ എക്സാം ഹാളിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുന്നത് ക്രോസ് വരച്ച് ചെയ്യുമ്പോൾ തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 2 സ്ഫിറോ സിലിണ്ടർ ഫോമും എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? 2ൻ്റെ സ്ഫെറിക്കൽ കമ്പോണൻസ് മാത്രം കൺസിഡർ ചെയ്യുക. സിലിണ്ടറിനെ തൽക്കാലം ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ -3DS + 1 DC 90 ഡിഗ്രി ഫസ്റ്റ് സ്ഫിറോ സിലിണ്ടർ ഫോമാണ്. അതിലെന്ത് ചെയ്യുക? അതിൽ ആ -3DS മാത്രം അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ സെക്കൻഡ് ഫോർമുലയിലെ സെക്കൻഡ് സ്ഫിറോ സിലിണ്ടർ ഫോമിലെ ആക്സിസ് ഏതാണോ അത് അതിനിട്ട് കൊടുക്കുക. അപ്പോൾ -3DSന് -3 DC 180 എന്ന് ഇട്ട് കൊടുക്കുക. ഓപ്പോസിറ്റ്സിൻ്റെ ആക്സിസ് ഇട്ട് കൊടുക്കുക. അതുപോലെ നെക്സ്റ്റ് സ്ഫിറോ സിലിണ്ടർ കമ്പോണൻറ്റിൻ്റെ എന്തെടുക്കുക? സ്ഫെറിക്കൽ പാർട്ട് എടുക്കുക, -2 DS. എന്നിട്ട് അതിനെന്താക്കുക? -2 DC എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കുക? ഓപ്പോസിറ്റ് സ്ഫിറോ സിലിണ്ടറിൻ്റെ ആക്സിസ് കൊടുക്കുക. ഇനി ഓപ്ഷൻ ബി നോക്കിയേ കറക്റ്റ് ആണോ എന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഫസ്റ്റത്തേൻ്റെ സ്ഫെറിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് -3 DS ആയിരുന്നു. അതിന് നമ്മൾ -3 DC എന്ന് എഴുതി, ആക്സിസ് ഓപ്പോസിറ്റ് കൊടുത്തു, 180 കൊടുത്തു. നെക്സ്റ്റ് നമ്മുടെ സ്ഫെറിക്കൽ കമ്പോണൻറ്റിൻ്റെത് ഫസ്റ്റ് സ്ഫെറിക്കൽ പാർട്ട് -2 DS ആയിരുന്നു. അതിന് നമ്മൾ -2 DC എന്ന് എഴുതി, ഓപ്പോസിറ്റിൻ്റെ ആക്സിസ് കൊടുത്തു, 90 ഡിഗ്രി. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഒരു സ്ഫിറോ സിലിണ്ടർ ഫോമുല തന്നാൽ അതിന് നെക്സ്റ്റ് ഒരു സ്ഫിറോ സിലിണ്ടർ ഫോമുലയും കൂടെ കണ്ടെത്തിയിട്ട് രണ്ടിൻ്റെ എന്ത് ചെയ്യുക? സ്ഫെറിക്കൽ പാർട്ടുകളെ അതിൻ്റെ ആക്സിസ് ഓപ്പോസിറ്റിൻ്റെ ആക്സിസുമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക, DSന് പകരം DC ആക്കുക. അത്രയേ ഉള്ളൂ ക്രോസ് സിലിണ്ടറിൽ വരുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. അതിൻ്റെയൊക്കെ സ്ഫിറോ സിലിണ്ടറും അതുപോലെ തന്നെ ക്രോസ് സിലിണ്ടറും നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി ബോത്ത് A and B ആണ്. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ +3DS + 2 DC 90 ഡിഗ്രി. ഇതിൻ്റെ നെക്സ്റ്റ് സ്ഫിറോ സിലിണ്ടർ ഫോം എങ്ങനെയാണ് വരിക? 2 കമ്പോണൻസും നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ +5 DS വരും. എന്നിട്ട് അടുത്തതിൻ്റെ സൈൻ സിലിണ്ടർ കമ്പോണൻറ്റ് സൈൻ മാറ്റുക, -2 DC 180 എന്ന് വരും. ഇനി ഇതിനെ ക്രോസ് സിലിണ്ടർ എങ്ങനെയാണ് വരിക? 2ൻ്റെ സ്ഫെറിക്കൽ കമ്പോണൻസ് മാത്രം എടുക്കുക, അതിനെ DC എന്നാക്കി എഴുതുക, ഓപ്പോസിറ്റ് ആക്സിസ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഒരു 3 ക്വസ്റ്റ്യൻ തരാം. അതിൻ്റെ സ്ഫിറോ സിലിണ്ടർ ഫോർമുലയും ക്രോസ് സിലിണ്ടർ ഫോർമുലയും എല്ലാവരും എന്ത് ചെയ്യുക? ഒന്ന് എഴുതി നോക്കുക, കമൻറ്റ് ബോക്സിലിടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പവർ ഓഫ് ±0.25 ക്രോസ് സിലിണ്ടർ ഈസ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? പലർക്കും ഇത് കൺഫ്യൂഷനാണ്. ഇതൊരു ക്രോസ് സിലിണ്ടർ ഫോമാണ്. +or- എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആക്സിസിൽ +0.25 ആണെങ്കിൽ അടുത്ത ആക്സിസിൽ -0.25. അതായത് നമ്മളുടെ JCC ഒക്കെ അല്ലേ, അതുപോലെ അതിൽ പവർ വരുന്നില്ലേ, അതുപോലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിലെല്ലാം എന്താണ്? സ്ഫിയറോ സിലിണ്ടർ ഫോർമുലാസ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു ക്രോസ് സിലിണ്ടറിനെ സ്ഫിയറോ സിലിണ്ടറിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇനി ഓപ്ഷൻസ് നോക്കുമ്പോൾ എല്ലാം തുടങ്ങുന്നത് എങ്ങനെയാണ്? +0.25 ആണ് സ്ഫിയർ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ഫിയറോ സിലിണ്ടർ ഫോർമുലയിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? +0.25 വരുന്ന ആക്സിസിനെ സ്ഫിയർ ആയിട്ട് എടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് എങ്ങനെയാണ്? സിലിണ്ടർ പവർ എങ്ങനെയാണ് വരിക? നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. -0.25 എന്ന് എന്ത് ചെയ്യുക? മേലെയുള്ള +0.25 നമ്മൾ കുറക്കുക ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? -0.25 -0.25 എന്ന് വരുമ്പോൾ -0.50 വരും. അങ്ങനെയാണ് സിലിണ്ടർ പാർട്ട് എന്ത് വരുന്നത്? -0.50 എന്ന് വരുന്നത്. അപ്പോൾ ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി ആണ് വരിക. നമുക്കിതിന്ന് വേറെ രീതിയിലും ചെയ്യാം. അതായത് നമുക്ക് അടുത്തൊരു സ്ഫിറോ സിലിണ്ടർ കമ്പോണൻറ്റ് കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഇപ്പോൾ നമ്മൾ -0.25 ആണ് സ്ഫിയറായിട്ട് എടുത്തുള്ളതെങ്കിൽ ബാക്കി എന്താ ഉണ്ടാവുക? അവിടെ ഓപ്പോസിറ്റ് ആക്സിസിൽ കിടക്കുന്ന +0.25 നിന്ന് ഈ -0.25 നമ്മൾ കുറക്കുന്നതായിരിക്കും സിലിണ്ടർ കമ്പോണൻ്റ് ആയിട്ട് വരിക.
അപ്പോൾ +0.25 മൈനസ് 0.25 എന്ന് വരുമ്പോൾ നടുക്ക് 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. അങ്ങനെ +0.50 ആയിരിക്കും അപ്പർ സിലിണ്ടർ കമ്പോണൻ്റ് ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -0.25 d² ബാർ +0.50 സിലിണ്ടർ, അങ്ങനെ എഴുതാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്രോസ് സിലിണ്ടർ തന്നാൽ ഈ രണ്ട് ഫോർമുലകളും ശരിയാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ട് ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ആൻസർ ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിൽ +or-0.50 ആണ് ക്രോസ് സിലിണ്ടർ ആയി തന്നിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ സ്ഫിറോ സിലിണ്ടർ ഫോർമുലാസ് എങ്ങനെയായിരിക്കും എന്നും കൂടെ ഒന്ന് എഴുതും. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പവർ -3 ds ബാർ +2 dc ക്രോസ് 80 degrees. ഇതിൻ്റെ ആൻസർ എന്താ വരിക? നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മളിത് മിക്സ്ഡ് അസ്റ്റിഗ്മാറ്റിസ് ആണെന്ന് വിചാരിക്കും. പക്ഷേ ഇതെന്താണ്? ഇതൊരു സ്ഫിറോ സിലിണ്ടർ ഫോർമുലയാണ്. ഇതിൻ്റെ അടുത്തൊരു ഫോർമുല കൂടി ഉണ്ടാവുമല്ലോ, അതും കൂടെ എഴുതി നോക്കുക. എന്നിട്ട് മാത്രമേ നമ്മളത് കൺഫേം ചെയ്യാവൂ. ഈ ഒരു സ്ഫിറോ സിലിണ്ടറിനെ അടുത്ത സ്ഫിറോ സിലിണ്ടറിലേക്ക് എങ്ങനെയാണ് മാറ്റുക? നമ്മൾ -3 ds +2 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരിക? -1 വരും. അത് സ്ഫെറിക്കൽ പാർട്ടിൽ വരും -1. എന്നിട്ട് എന്ത് ചെയ്യുക? ഓപ്പോസിറ്റുള്ള സിലിണ്ടർ പാർട്ടിൻ്റെ സൈൻ മാറ്റുക. +2ന് പകരം -2 വരും. ആക്സിസ് ആണെങ്കിൽ 80ക്ക് പകരം 90, 80 + 90 170 വരും. അപ്പോൾ എങ്ങനെയാണ് വന്നേ? -1 ds -2 dc 170 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ ഇത് ഏത് അസ്റ്റിഗ്മാറ്റിസാണ് വരിക? മിക്സ്ഡ് അല്ലല്ലോ വരിക, കോമ്പൗണ്ട് മയോപ്പിക് അസ്റ്റിഗ്മാറ്റിസം ആണ് വരിക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെ ഒരു സ്ഫിറോ സിലിണ്ടർ ഫോർമുലയാണെങ്കിലും ക്രോസ് സിലിണ്ടറൊക്കെ ആണെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത സ്ഫിറോ സിലിണ്ടർ ഫോർമുലയിൽ കൂടെ അത് മാറ്റുക. എന്നിട്ട് നമ്മൾ നോക്കുക അതിൽ മിക്സ്ഡ് വരുന്നുണ്ടോയെന്ന്. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? മിക്സ്ഡ് അസ്റ്റിഗ്മാറ്റിസത്തിൽ വരാൻ പറ്റൂ. ഇനി മിക്സ്ഡ് അസ്റ്റിഗ്മാറ്റിസം വരുന്ന കേസുകൾ എന്ന് പറയുന്നത് എപ്പോഴും സ്ഫെറിക്കൽ പാർട്ടിനേക്കാൾ സിലിണ്ടർ പാർട്ടിൻ്റെ പവർ കൂടുതലുമായിരിക്കും, സൈൻസ് ഓപ്പോസിറ്റും ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇപ്പോൾ -3 ds +2ന് പകരം അവിടെ ഒരു +4 ഒക്കെ ആണെങ്കിൽ എന്തായാലും നമ്മൾ അതിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോഴും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അത് മിക്സ്ഡ് അസ്റ്റിഗ്മാറ്റിസം തന്നെ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ഫോർമുലയിൽ സ്ഫെറിക്കൽ പാർട്ടിനേക്കാൾ ചെറുതാണ് സിലിണ്ടർ പാർട്ട്. അപ്പോൾ ഇതെന്തായാലും ഇതൊരു കോമ്പൗണ്ട് ഒന്നുകിൽ മയോപ്പിക് ആയിരിക്കും അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിക് ആയിരിക്കും. അത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ആണ് സ്ഫെറിക്കൽ ഭാഗമെങ്കിൽ അതെന്തായാലും കോമ്പൗണ്ട് മയോപ്പിക് തന്നെ വരുള്ളൂ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഇനി കൺഫ്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്യുക? ട്രാൻസ്പോസ് ചെയ്തിട്ട് തന്നെ അത് ചെയ്യുക, മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. ഓപ്ഷൻസ്: എ വിഷ്വൽ അക്യൂട്ടി, ബി പവർ ഓഫ് ലെൻസ്, സി വെർട്ടെക്സ് ഡിസ്റ്റൻസ്, ഡി കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി. ഡിസ്റ്റോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി, വെർട്ടെക്സ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ഫോർ കറക്ഷൻ ഓഫ് അഫാക്കിയ ഈസ്. ഓപ്ഷൻസ്: എ സ്പെക്ടക്കിൾസ്, ബി കോണ്ടാക്ട് ലെൻസ്, സി ലാസിക്, ഡി IOL ഇംപ്ലാന്റേഷൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ അഫാക്കിയയിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് പറയുന്ന ട്രീറ്റ്മെൻറ്റ് IOL ഇംപ്ലാന്റേഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിലാറ്ററൽ അഫാക്കിയ ഈസ് ബെസ്റ്റ് കറക്റ്റഡ് ബൈ. ഓപ്ഷൻസ്: എ കോണ്ടാക്ട് ലെൻസ്, ബി ഇൻട്രാക്കുലർ ലെൻസ് ഇംപ്ലാന്റ്, സി സ്പെക്ടക്കിൾസ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസറും ഓപ്ഷൻ ബി ഇൻട്രാക്കുലർ ലെൻസ് ഇംപ്ലാന്റ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് പവർ ഓഫ് പോസ്റ്റീരിയർ ചാമ്പർ ഇൻട്രാക്കുലർ ലെൻസ് ഈസ്. ഓപ്ഷൻസ്: എ +10 ഡയോപ്റ്റർ, ബി +15 ഡയോപ്റ്റർ, സി +20 ഡയോപ്റ്റർ, ഡി +25 ഡയോപ്റ്റർ. ഇതിൻ്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി +20 ഡയോപ്റ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പവർ ഓഫ് IOL ഇൻക്രീസ്ഡ് വെൻ. ഓപ്ഷൻസ്: എ ദ പവർ ഓഫ് കോർണിയ ആൻഡ് ആക്സൽ ലെങ്ത് ഇൻക്രീസസ്, ബി ദ പവർ ഓഫ് കോർണിയ ആൻഡ് ആക്സൽ ലെങ്ത് ഡിക്രീസസ്, സി ദ പവർ ഓഫ് കോർണിയ ഇൻക്രീസസ് ആൻഡ് പവർ ഓഫ് ആക്സൽ ലെങ്ത് ഡിക്രീസസ്. ഓപ്ഷൻ ഡി, ദ പവർ ഓഫ് കോർണിയ ഡിക്രീസസ് ആൻഡ് ആക്സൽ ലെങ്ത് ഇൻക്രീസസ്. അവിടെ ആക്സൽ ലെങ്ത് ആണ്. ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദ പവർ ഓഫ് കോർണിയ ആൻഡ് ആക്സൽ ലെങ്ത് ഡിക്രീസസ്. ആ സമയത്താണ് നമുക്ക് IOLൻ്റെ പവർ കൂട്ടിക്കൊടുക്കേണ്ടി വരിക. അതായത് ഇപ്പോൾ കോർണിയയുടെ പവർ കൂടിയ കണ്ടീഷൻ ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഐ പവറും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ IOLൻ്റെ പവർ എന്ത് മതിയാവും? കുറച്ച് മതിയാവും. അതുപോലെ തന്നെയാണ് ആക്സൽ ലെങ്ത്തിൻ്റെ കേസിലും. ആക്സൽ ലെങ്ത്ത് കൂടുന്ന കേസിൽ നമ്മുടെ കണ്ണിൻ്റെ പവറും കൂടുക ചെയ്യുക. അപ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആക്സൽ ലെങ്ത് IOL പവർ എന്ത് മതിയാവും? കുറവ് മതിയാവും. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കോർണിയയുടെ പവറും അതുപോലെ തന്നെ ആക്സൽ ലെങ്ത്തും കുറയുമ്പോൾ സംഭവിക്കുക. കോർണിയയുടെ പവർ കുറയുമ്പോൾ ടോട്ടൽ ഐ പവറും എന്ത് ചെയ്യും? അവിടെ കുറയും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന IOLൻ്റെ പവർ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് കൂട്ടി കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെയാണ് ആക്സൽ ലെങ്ത്ത് കുറയുമ്പോഴും നമ്മൾ IOL പവർ കൂട്ടി കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡിയൽ സൈറ്റ് ഫോർ ഇംപ്ലാന്റേഷൻ ഓഫ് IOL ഈസ്. ഓപ്ഷൻസ്: എ ക്യാപ്സുലാർ ലിഗമെന്റ്, ബി സൾക്കസ്, സി ക്യാപ്സുലാർ ബാഗ്, ഡി ആൻറ്റീരിയർ ചാമ്പർ. ഇതിൻ്റെ ആൻസർ
നമ്മൾ IOL ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഉള്ള ഐഡിയൽ സൈറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ക്യാപ്സുലാർ ബാഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് IOL പവർ? ഓപ്ഷൻസ് എ ഹോഫർ-ക്യൂ, ബി SRK-T, സി ഹോളാഡേ, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. ഈ 3 മെത്തേഡ്സ് നമ്മൾ IOL പവർ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഹോഫർ-ക്യൂ ആണെങ്കിൽ നമ്മൾ ആക്സൽ ലെങ്ത്ത് മെഷർ ചെയ്യുമ്പോൾ ഒരു 22 മില്ലിമീറ്ററിലും കുറവാണ് ആക്സൽ ലെങ്ത്തെങ്കിൽ നമ്മൾ ഹോഫർ-ക്യൂ മെത്തേഡിലാണ് IOL പവർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി 22ൻ്റെയും 24ൻ്റെയും ഇടയിലാണ് ആക്സൽ ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് വരുന്നതെങ്കിൽ നമ്മളവിടെ SRK-T ആണ് യൂസ് ചെയ്യുക. ഇനി 24ലും കൂടുതലാണ്, 24 മില്ലിമീറ്ററിലും കൂടുതലാണ് ആക്സൽ ലെങ്തെങ്കിൽ നമുക്ക് ഹോളാഡേ മെത്തേഡും യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് SRK ഫോർമുല. ഓപ്ഷൻസ് എ A-2.5L - 0.9K, B A+2.5L - 0.9K, C A-2.5L + 0.9K, D A+2.5L + 0.9K. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, A-2.5L - 0.9K. ആക്സൽ ലെങ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണോ കെരാറ്റോമെട്രി വാല്യൂവിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണോ നമ്മളുടെ IOL പവറിനെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് ആക്സൽ ലെങ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. കാരണം നമ്മുടെ ഇവിടെ A എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, L എന്ന് പറയുന്നത് ആക്സൽ ലെങ്ത് ആണ്, K എന്ന് പറയുന്നത് കെരാറ്റോമെട്രി റീഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ Lൻ്റെ അവിടെ 2.5L ആണ് വരുന്നത്, Kൻ്റെ അവിടെ 0.9K ഉള്ളൂ. അപ്പോൾ അവിടെ വലിയ ചേഞ്ച് വരിക ആക്സൽ ലെങ്ത് മാറുമ്പോഴാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IOL പവർ കാൽക്കുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഓൾ എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ ആക്സൽ ലെങ്ത് ഓഫ് ഐ, ബി ആൻറ്റിലേ ചാമ്പർ ഡെപ്ത്, സി കെരാറ്റോമെട്രി വാല്യൂ, ഡി കോർണിയൽ തിക്നെസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇത് നമ്മുടെ 2020 DHSൻ്റെ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? IOL പവർ ഇതിൽ ആക്സൽ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആൻറ്റിലേ ചാമ്പർ ഡെപ്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കെരാറ്റോമെട്രി വാല്യൂവിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കോർണിയൽ തിക്നെസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്. സ്കാൻ യൂസ് ചെയ്ത് IOL പവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആൻറ്റിലേ ചാമ്പറിൻ്റെ ഡെപ്തും അതുപോലെ ആക്സൽ ലെങ്ത്തും കെരാറ്റോമെട്രി വാല്യൂവും ഒക്കെ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ സ്പെക്ടക്കിൾ ആൻഡ് ഇൻട്രാക്കുലർ ലെൻസസ് എന്ന പാർട്ടിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ഒരു ക്ലാസ് കൂടെ ഉണ്ടാവും. അപ്പോൾ സ്പെക്ടക്കിൾ ആൻഡ് ഇൻട്രാക്കുലർ ലെൻസസ് എന്ന പാർട്ടിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ടാവും. അതിൽ ഈ ഒരു പാർട്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ആവും. 6 മാർക്കാണ് ഈ ഒരു പാർട്ടിന് മൊത്തത്തിലുള്ളത്. അപ്പോൾ ആ ഒരു മാർക്ക് വെച്ചിട്ട് നമ്മൾ മുമ്പ് ചോദിച്ചിട്ടുള്ളതും ഇനി ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ളതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ് പറ്റുവാണെങ്കിൽ നാളെ തന്നെ ഇടാം, അതല്ല എങ്കിൽ ഒരു തിങ്കളോ ചൊവ്വയ്ക്കോ ആയിട്ട് ഇടാൻ നോക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്